സംസ്ഥാനത്തെ റോഡ് വികസനത്തിൽ നിർണായകമായ നാഴികക്കല്ലാണ് കഴക്കൂട്ടം ടെക്നോ പാർക്ക് മുതൽ കോവളം വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന കഴക്കൂട്ടം മുക്കോല ബൈപ്പാസ് പദ്ധതി. എന്നാൽ രണ്ട് പ്രമുഖ സ്ഥാപനങ്ങൾക്കായി ഈ പദ്ധതി വഴിതിരിച്ചുവിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ റോഡ് വികസനത്തിൽ നിർണായക നാഴികക്കല്ലായ കഴക്കൂട്ടം ടെക്നോ പാർക്ക് മുതൽ കോവളം വഴി വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പദ്ധതിയാണ് കഴക്കൂട്ടം മുക്കോല ബൈപ്പാസ്. എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ രണ്ട് പ്രമുഖ സ്ഥാപനങ്ങൾക്കായി വഴിതിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം നടക്കുന്നതായി ആക്ഷേപം. പദ്ധതി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ അനന്തപുരി ഹോസ്പിറ്റലിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്ന മലബാർ ഗോൾഡിന്റെ മാൾ ഓഫ് ട്രാവൻകൂറിനും വേണ്ടിയാണ് പദ്ധതി വഴിതിരിച്ചുവിടാൻ നീക്കം നടക്കുന്നത്. 2015 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ബൈപ്പാസിന്റെ കഴക്കൂട്ടം മുതൽ ചാക്ക ജംഗ്ഷൻ വരെയുള്ള പ്രദേശം 4 വരിയാക്കി പണി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ചാക്ക ജംഗ്ഷന് സമീപം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനത്തിനായി നിർമ്മിച്ച താൽക്കാലിക റാമ്പ് ബൈപ്പാസ് നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റാതെ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് നീക്കം നടക്കുന്നത്. പദ്ധതി പ്രദേശത്തിൽ വിമാനത്താവളത്തിന്റെ റാമ്പ് ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിലനിന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം നീക്കം ചെയ്തിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ സ്ഥലം MP ആയ ശശി തരൂരിനും വിയോജിപ്പുണ്ട്. ബൈപ്പാസ് നിർമ്മാണം എന്നത് ജനങ്ങളുടെ ആവശ്യമാണെന്നും പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ലാത്ത റാമ്പ് നിലനിർത്തിയുള്ള നിർമ്മാണത്തിനാണ് സർക്കാർ നിർദ്ദേശമെന്നും തരൂർ പറയുന്നു. 10-40 വർഷമായിട്ടാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസ് കെട്ടണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ കാരണത്തിന് ആ പ്രോജക്റ്റ് തടസ്സമായി അല്ലെങ്കിൽ പ്രോജക്റ്റ് ലാപ്സായി പോയതായിരുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. 45 മീറ്റർ ആ ഭാഗത്തിൽ എടുക്കാനുള്ള തീരുമാനം പണ്ടേ ഉണ്ടായിരുന്നു. ഭൂമി എടുത്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കാലത്തിൽ റാമ്പ് കെട്ടി. അത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വലിയ കാണാൻ ഗുണമൊന്നുമില്ല, മെച്ചപ്പെട്ട വഴിയല്ല. പക്ഷെ എന്നാലും അതൊരു ടെമ്പററി സൊല്യൂഷനായിട്ട് കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ റാമ്പ് അവിടെ ഉണ്ട്. ഈ റാമ്പ് നിലനിർത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന യോഗത്തിലാണ്. അരുൺ ജയകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.